നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രം നക്ഷത്രക്കാരുടെ 2025 വർഷത്തെ ഡിസംബർ അവസാന 16 ദിനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഈ 16 ദിനങ്ങൾ വളരെ സുന്ദരകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 2026 വർഷത്തെ നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ട് വരവേൽക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ 2025 അവസാനം നിങ്ങൾക്ക് വരുന്ന ഫലങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ അത് നിങ്ങൾ വീണ്ടും ചെന്നെത്തുന്നതാണ്. നിങ്ങൾ ഈ പാരമ്പര്യമായിട്ടുള്ള പ്രവർത്തികളൊക്കെ നിർത്തിവെച്ചിരുന്നതായിരുന്നു. അത് വീണ്ടും അതിലേക്ക് ചെന്ന് അതിന്റെ പുതിയ സാധ്യതകൾ കണ്ടെത്തി അതിലേക്ക് ചെന്നെത്തുകയും അത് നിങ്ങൾക്ക് നിലനിൽപ്പിനുള്ള ആധാരമായിട്ട് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പണം മുടക്കിയിട്ടതിന് ശേഷം അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. ഈ ഡിസംബർ അവസാന ഭാഗം നിങ്ങൾ പണം മുടക്കിയിട്ടുള്ള എല്ലാ മേഖലകളിലും നിങ്ങളുടെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണിത്. വർഷാവസാനം സുഹൃത്തുക്കളെയൊക്കെ സംഗമിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുമൂലം നിങ്ങൾക്ക് ചില വ്യക്തികളെയൊക്കെ പരിചയപ്പെടുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നിന്ന് നേടാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്നതാണ്. ചില ബന്ധുമിത്രാദികളൊക്കെ നിങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചില ആളുകളുമൊക്കെ ആയിട്ട് അന്യനയത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. കൃഷിയിലൊക്കെ വൻ ലാഭമുണ്ടാകുന്ന ഒരു സമയമാണ്. കൃഷിയില് പുതിയ രീതികളൊക്കെ അവലംബിക്കുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ മേഖലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. ഈ ഡിസംബർ അവസാനം നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ഒരു രീതിയിലല്ല ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നത്. അത് വളരെ നല്ലൊരു മാറ്റമായിട്ടാണ് കാണുന്നത്. എന്നാൽ വിവാഹമാകാതിരുന്നവരുടെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകാതെ കുറച്ച് മുന്നോട്ട് പോകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ല എങ്കിൽ ബന്ധങ്ങൾക്ക് ചില വിള്ളലുകൾ ഏൽക്കാനും സാധ്യതയുണ്ട്. വർഷ അവസാനം നിങ്ങൾക്ക് ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഒന്നിലധികം സ്രോതസ്സുകളിലൂടെ വരുമാന സാധ്യത വർദ്ധിക്കുന്നതാണ്. വർഷാവസാനം ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ദേവതാ കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ ദോഷങ്ങളൊക്കെ മാറുവാനായിട്ട് ശാസ്താക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറുന്നതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ വ്രതം എടുക്കുമ്പോൾ അവനവന്റെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രം വ്രതം എടുക്കുക. അതുപോലെ തന്നെ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ പാപങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം പുതിയൊരു വർഷത്തെ വരവേൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2026 വളരെ ഐശ്വര്യപൂർണമായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക. ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.